നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ലേണിംഗ് പർപ്പസ് അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ആണ്. നാളത്തേക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ. സോ ലേൺ ചെയ്യാതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഫസ്റ്റ് നിഫ്റ്റി അനാലിസിസ് അടക്കം ഇവിടെ എലിയറ്റ് വേ ബേസ്ഡ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാറുള്ളൂ. എലിയറ്റ് വേ തിയറി ബേസ്ഡ് മൂവ് എങ്ങനെയായിരിക്കും, സോ നെക്സ്റ്റ് മൂവ് ഇനി എന്താണ് എന്നുള്ള ഡിസ്കഷൻ നമ്മൾ ചെയ്യാൻ പോവുക. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ 1 hour ടൈം ഫ്രെയിമിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയ്ക്കൊരു ലെവൽസ് ഈ ഒരു ടൈപ്പ് ട്രയാങ്കിളാണ്. സോ മോസ്റ്റ്ലി നമ്മുടെ 1 day ടൈം ഫ്രെയിമിൽ നോക്കാം. 1 day ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ വെരി ഗുഡ് റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, റെഡ് ക്യാൻഡിൽ. ഓക്കെ, എന്തായിരുന്നു ലാസ്റ്റ് ഐ തിങ്ക് 2 or 3 days ആയിട്ട് റെഗുലർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിക്കുക, എല്ലാവരും കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ലെവൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 815 എന്തോ ഉണ്ടായിരുന്നു, 815 ആൻഡ് 850, യെസ്, അത് മാർക്ക് ചെയ്യുക. 1815 ഉണ്ടായിരുന്നു ആൻഡ് നമ്മുടെ 127% ആ ഒരു ലെവൽ കൂടി ഉണ്ടായിരുന്നു, 26,030. ഓക്കെ, സോ പ്രൈസ് ഇന്ന് മോർണിംഗ് എന്തായി നോക്കുകയാണെങ്കിൽ പ്രൈസ് അതിൻ്റെ അബവ് ആണ് പ്രൈസ് ഓപ്പണിംഗ് ആയത്. ഓക്കെ, നോക്കുകയാണെങ്കിൽ കണ്ട എക്സാക്ട്ലി ഇതിൻ്റെ അബവ് ഓപ്പിംഗ് ഡിപ്പ് ആൻഡ് ദെൻ വീണ്ടും മുകളിൽ പോയി ഡബിൾ ടോപ്പ് ഉണ്ടാക്കിയിട്ട് താഴേക്ക് ഫോളാണ്. ഓക്കെ, സോ സ്മോൾ ടൈം ഫ്രെയിമിൽ ഡിസ്കഷൻ മുന്നേ നമുക്ക് വേഗം ഫസ്റ്റ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു എക്സ്പാൻഡ് ട്രയാങ്കിൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യാണ്. ന്യൂ സബ്സ്ക്രൈബേഴ്സ്, ന്യൂ വ്യൂവേഴ്സ് അവർ ഫസ്റ്റ് പഴയ വീഡിയോ പോയി കാണണം. അപ്പോഴേ അവർക്ക് ക്ലിയർ ആവുള്ളൂ എന്താണ് ആ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, പ്രോപ്പർ ഡിസ്കഷൻ. അത് മസ്റ്റായിട്ട് എല്ലാവരും കാണണം. ഓക്കെ, സോ ഇനി എന്ത് പറയാനുള്ളത്, മീൻസ് മാർക്കറ്റ് ഇപ്പോൾ ഇനി യെസ് വെരി ഗുഡ് ഹെൽത്തി മൂവ് ആണ്. ഓക്കെ, ഹെൽത്തി മൂവ് മസ്റ്റായിട്ട് 26,030 ടച്ച് ചെയ്യാനുണ്ടായിരുന്നു ഫോർ ഫർദർ അപ്സൈഡ്. ഓക്കെ, സോ നമ്മളിത് കൗണ്ട് ചെയ്യുന്നത് ഈ താഴെ നിന്നാണ് മൂവ് വരുന്നത്. ഓക്കെ, താഴെ നിന്ന് നമ്മൾ മൂവ് വരുന്നത് ഈ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്. 1, 2 and 3 ഓൺ ഗോയിങ് ആണ്. 3യുടെ പാർട്ടാണ് ഇത് ഫുള്ള്. ഓക്കെ, സോ നമ്മൾ ഇത് ഇപ്പോൾ നോക്കുന്നത് ഫുൾ 3യുടെ പാർട്ടാണ്. സോ ഇനി നമുക്ക് ഈ ലെഗ് പിടിക്കാം. ഓവറോൾ സ്ട്രക്ചർ ബുള്ളിഷാണ്. ഓക്കെ, ഇനി പിടിക്കാനുള്ളത് നമുക്ക് ഈ ഒരു സിംഗിൾ ലെഗാണ്, ഈ ഒരു ഫുൾ സിംഗിൾ ലെഗ്. ഓക്കെ, റൈറ്റ്. സോ ഇതിൻ്റെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രം ഹിയർ 24,589 ഇവിടെ നിന്നാണ് ഞാൻ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇത് ചെറിയ ഒരു കൺഫ്യൂഷൻ ഇവിടെ എന്ന് വെച്ചാൽ 1, 2, 3, 4, 5 and 2 and 3 ആണോ എന്ന്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ട്രാപ്പി സ്ട്രക്ചർ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ കാണിക്കാം. സോ നമ്മൾ ഈ ഫസ്റ്റ് ഇതിൻ്റെ ഇൻ്റർ മൂവ് നോക്കാം. 1 ഫ്രം ഇവിടുന്ന് ഈ ബേസ് ഉണ്ടല്ലോ, 1, 2, ഓക്കെ, 3, 4 and 5. ഓക്കെ, അങ്ങനെ ഒരു 5 ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് A, B and C ഓക്കെ ഫോളോ ആയി ആൻഡ് വീണ്ടും 3rd സ്റ്റാർട്ടായി ഒന്നാണ് എനിക്ക് ഒരു ചെറിയൊരു സംശയം. ഓക്കെ, സോ അത് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെച്ചിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് എക്സാക്ട്ലി 141.40%. അതാണ് ആ ഒരു റേഷ്യോ വന്നത് ഇന്ന്. എക്സാക്ട്ലി അവിടെ നിന്ന് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ ഇതൊരു ഞാനിപ്പോൾ കാണുന്നത് ഇന്നത്തെ ആ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇതാണ്. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ ഒരു റെസിസ്റ്റൻസ് ആണ്. സോ ഇപ്പോൾ ഒരു ഡൗട്ട് എന്താ നടക്കുന്നത്, സ്ട്രക്ചർ ഡെയിലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോപ്പർലി ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ 1, 2, 3 and 4യുടെ ഫോളിൽ എത്ര വരുന്നുണ്ടോയെന്ന് 4യുടെ ഫോൾ നോക്കിയിട്ട് 4 അറിയാമല്ലോ എല്ലാവർക്കും. 4യുടെ ഫോൾ ലിമിറ്റഡ് ആയിരിക്കുള്ളൂ. ഓൾമോസ്റ്റ് സെക്കൻഡ് എത്ര ആയിരിക്കും, ഓർ 5% ഓവർലാപ്പ്. ഓക്കെ, 4 and then 5th അങ്ങനെ 1 degree, 3ഡിൻ്റെ 1 degree കംപ്ലീറ്റ് ചെയ്ത് ആൻഡ് ദെൻ 4th ഡൗൺ വരുമെന്നാണ് എനിക്കൊരു സംശയം. ഓക്കെ, അത് ആരെ ക്ലിയർ ചെയ്യും, ആ ഒരു സംശയം ഏത് ലെവലിൽ നമ്മൾ ക്ലിയർ ചെയ്യുമെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇൻ കേസ് അത് 4th ഫോൾ ഇനി വരുവാണെങ്കിൽ, 4th ഫോൾ ആണെങ്കിൽ അത് നമ്മുടെ ഇത് ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ ഫിബൊനാച്ചിയുടെ ഈ ഒരു റിട്രേസ്മെൻറ്റ് ഇങ്ങനെ വെക്കുക. സോ അത് വരുന്നത് ഇങ്ങനെ ഇത് ഫോർ ദ ലെവൽസ് ഇതാണ് അതിൻ്റെ റേഷ്യോ. സോ എക്സ്റ്റെൻഡഡ് ആണെങ്കിൽ ആ ഫോൾ 38.20% മാക്സിമമേ വരാറുള്ളൂ. ശരിക്കും അത്രയ്ക്ക് വരാൻ പാടില്ല. നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഫോൾ ഇതാണെങ്കിൽ, സെക്കൻഡ് ഫോൾ ഇതാണെങ്കിൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ സിമിലർ തന്നെയാണ് 4th ഫോൾ വരാറുള്ളൂ. 38 എക്സ്റ്റെൻഷനിലാണ്. സോ മാക്സിമം 38 അതിലേക്ക് അതിന് മുന്നേ തന്നെ എതിർച്ച് കയറിയിട്ട് പോകേണ്ടതാണ്. ഓക്കെ, ഇൻ കേസ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഏത് ലെവലാണ് വരുന്നത് നമ്മുടെ 38.20 530
ഓക്കെ 530 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഫെർദർ ഫോൾ നമുക്ക് കിട്ടും. അത് ദാറ്റ് മീൻസ് അപ്പോൾ ഇത് ഫുൾ 1 2 3 4 5 ഡിഗ്രി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4 ഇത് 5 ജസ്റ്റ് ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. ആ ഒരു സിറ്റുവേഷനിൽ ഇത് 1 ആയി 2 3 4 അത് 5 ആയി. ഓക്കെ അത് 5 ദാറ്റ് മീൻസ് ആ ഒരു സിറ്റുവേഷന് ഫസ്റ്റ് വേവ് ആൻഡ് ഫിഫ്ത്ത് വേവ് സിമിലറായി. ഓക്കെ ഫസ്റ്റ് വേവിൻ്റെ ലെങ്ത് ആൻഡ് ഫിഫ്ത്ത് വേവിൻ്റെ ലെങ്ത് സിമിലറായി. ഓക്കെ കൺഫ്യൂഷനാണ്, അത് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൺഫ്യൂഷൻ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഷെയർ ചെയ്യണമല്ലോ, അത് വെറുതെ ഞാൻ ചുമ്മാ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഉള്ള കൺഫ്യൂഷൻ ഞാൻ ഷെയർ ചെയ്യുകയാണ്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് നാളെ ഈ ഒരു ലെവൽ 25,800 830 ആയിരുന്നു, നമ്മൾ ഐ തിങ്ക് 10 ആയിരുന്നു. ഓക്കെ 10 ആയിരുന്നു ഈ ഒരു ലെവൽ. യെസ് 25,815 ഇതിൻ്റെ ബിലോ പ്രൈസ് പോകുന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് നോക്കാം. കാരണം വെച്ചാൽ ഇപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ വരുവാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ പ്രൈസ് ABC സ്ട്രക്ചറിലേക്ക് ഇത് ഫോൾ വരുന്നുണ്ട്. ഇത് കണ്ട A, ഇത് B, സോറി ഇവിടുന്ന് ഫോൾ വന്നു A B ഡബിൾ ടോപ്പ് ഉണ്ടാക്കി ആൻഡ് സീയുടെ ഫോൾ. ഓക്കെ സീയുടെ ഫോൾ വരുന്നുണ്ട്. സീയുടെ ഫോളിൽ എത്ര 5 മൂവ്സ് ഉണ്ടാണോ? 1 2 3 ഓൺ ഗോയിങ് ആണ്. സോ 4 and 5th അങ്ങനെ വരുമോയെന്നാണ് നോക്കാനുള്ളത്, സ്മോൾ ടൈം ഫ്രെയിം ഡിസ്കഷൻ. സോ ആ ഒരു സിറ്റുവേഷനിൽ 5th കംപ്ലീറ്റ് ആയി ആൻഡ് ദെൻ പ്രൈസ് ഇവിടുന്ന് റിവേഴ്സൽ എടുക്കുമ്പോൾ അത് ബിയുടെ ബൗൺസ് ആണോ ഇമ്പൾസ് ആണോ അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇമ്പൾസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണണം തിരിച്ച്. ഓക്കെ കാണണം, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. സോ ഇമ്പൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് അപ്പോൾ തിരിച്ച് മുകളിലേക്ക് കയറും ആൻഡ് പിന്നെ ആ സിറ്റുവേഷനിൽ നമുക്ക് നോർമൽ ഫിബനാച്ചി വെച്ചിട്ട് ഫോർദർ 26,200 and 300 സംതിങ് എന്തോ ആ ഒരു ഏരിയ ടാർഗറ്റ് വരും. അതായിരിക്കും നമ്മുടെ ജെന്യുവൻ ടാർഗറ്റ്. അവിടെ 1 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ഫോൾ താഴേക്ക്. ഓക്കെ സോ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇനി നാളത്തെ ദിവസം ഐ തിങ്ക് നാളത്തെ ഒരു ഡേ അതായിരിക്കും പ്രോപ്പർലി നമുക്ക് കൺഫേം ചെയ്യണത്. മീൻസ് ഫർദർ ഫോൾ മേജർ ഡിഗ്രി കംപ്ലീറ്റ് ആയോ അതിൻ്റെ ഫോൾ. അങ്ങനെ മേജർ ഡിഗ്രി ഫോൾ ഷാർപ്പ് വരുവാണെങ്കിൽ ഇവിടെ വരെ വരും. ഓക്കെ 25,100 ഈ ഒരു ഏരിയയിൽ ഇവിടെ വരെയും വരും. പക്ഷേ അത് ക്ലിയറിറ്റി ഇപ്പോൾ ഇല്ല. ആ ക്ലിയറിറ്റി ഏത് ലെവൽ തരുന്നതാണെന്ന് നമുക്ക് ഫിബനാച്ചിയുടെ മറ്റേ ലെവൽ ഞാനിപ്പോൾ ഷെയർ ചെയ്തോളൂ. ഇവിടെ 25,000 38.20 മാക്സിമം ഫോൾ ഏരിയ. ഇതിങ്ങനെ ഫിബനാച്ചി നമ്മൾ വെക്കുകയാണെങ്കിൽ സോ ഈ ഒരു ഏരിയ ഓക്കെ 25,500 25 or 30 ഈ ഒരു ലെവൽ. ഓക്കെ മേജർലി ശരിക്കും ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ സെക്കൻഡ് വേവിൻ്റെ ഫോൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശരി എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നുണ്ട്. സോ എന്തായാലും ഫുൾ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഫോൾ ഇത്രയാണെങ്കിൽ അത് എത്രയാണ്? ഓൾമോസ്റ്റ് 1% ഫോളാണ്, റൈറ്റ്? ഓൾമോസ്റ്റ് 1% ഫോളാണ്. സോ നമ്മൾ മുകളിൽ പോയി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1% ഫോൾ ഇവിടെ എവിടെയെങ്കിലും വരേണ്ടതാണ്. ഓക്കെ കണ്ട. സോ 25,815 സംതിങ്. യെസ് അതന്നെ 25,815 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഫിബനാച്ചിൻ്റെ മറ്റേ ലെവൽ നേരത്തെ മേജർ ടൈം ഫ്രെയിമിൻ്റെ ബിഗർ ടൈം ഫ്രെയിം സപ്പോർട്ടാണ്. സോ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബിലോ പ്രൈസ് റെഗുലർലി പ്രൈസ് അതിൻ്റെ ബിലോ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയാം. ഓക്കെ സോ 2 സിനാരിയോ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം നാളെ പ്ലേ ചെയ്യാൻ. നാളത്തെ ദിവസം അതായിരിക്കും നമുക്ക് എക്സാക്ട്ലി പ്രോപ്പർലി ഇത് ക്ലിയർ ചെയ്ത് തരുന്നത്. ഓക്കെ എന്താണ് നമ്മൾ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും? ഒരു ഡിഗ്രി ഫോളാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് ഫോർത്തിൻ്റെ ജസ്റ്റ് ഇൻറ്റേർണൽ മൂവ്സാണ്. ഈ ഇൻറ്റേർണൽ മൂവ്സിൻ്റെ ഫോർത്തിൻ്റെ റീട്രേസ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ സോ ഇത് നോക്കുക എങ്ങനെയാണ് ABC സ്ട്രക്ചറാണ്. അതിന് സിയുടെ 1 2 3 മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. 4th and 5th കിടക്കുന്നുണ്ട്. ഓക്കെ സോ ABCയുടെ ഫുൾ. ദെൻ സി കഴിഞ്ഞിട്ട് ഇതിൻ്റെ 5 മൂവ്സ് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു ബൗൺസ്. ആ ഒരു ബൗൺസാണ് നമുക്ക് നോക്കുന്നത്. ആ ബൗൺസ് മാത്രമാണോ അല്ലെങ്കിൽ അത് ഫുൾ ഇമ്പൾസീവ് മൂവ്? അങ്ങനെയാണെങ്കിൽ അടിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകും. മീൻസ് ട്രയാങ്കിൾ ഫോം ചെയ്യും. ട്രയാങ്കിളോ 3 റിഗ്രഷൻ എന്താ വെച്ചാൽ 4th വേവ് ആണെങ്കിൽ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകും. ഓക്കെ അത്രേ ഉള്ളൂ ഇന്നത്തെ ലെവൽ അനലൈസിസ്. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. ഓക്കെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 1 2 3 ഓൺ ഗോയിങ് ആണ് റെഗുലർലി. ഓക്കെ 1 2 and 3 ഓൺ ഗോയിങ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻഷൻ ഫിബനാച്ചി വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ഇതാണ്. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് 200% സ്റ്റിൽ മുകളിൽ കിടക്കുന്നുണ്ട് ആൻഡ് 161.80% ആണ്. 57,935 അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ സോ ഇനി നാളെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ലെവൽ. ഈ ലെവലിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ സ്റ്റിൽ ഫർദർ ഒരു റീട്രേസ്മെൻറ്റ് താഴേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും.
ഓക്കെ. ആൻഡ് ഇന്നത്തെ ഹൈ റെസിസ്റ്റൻസ് ആണ്, അത് ബ്രേക്ക് ചെയ്യുക, പിന്നെ ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടും. ഫർദർ സൈഡ് ദാറ്റ് മീൻസ് ആ ഒരു ലെവൽ, മുകളിലത്തെ ആ ലെവൽ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് 58,870. ഓക്കെ. സോ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ്. ബാങ്ക് നിഫ്റ്റി എനിക്ക് ഇത്രേ ഉള്ളൂ. തേർഡ് വേവിൻ്റെ എത്രാമത്തെ മൂവാണ് നോക്കുകയാണെങ്കിൽ 1 2 3 4 നിഫ്റ്റിയുടെ പോലെ തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു ലെഗാണ്. കണ്ട ഈ ഒരു ലെഗ് നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ 1 2 3 4 5 അതാണ്. സോ കൺഫ്യൂഷൻ എന്താണ്, അതാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ ഞാൻ പറഞ്ഞില്ലേ, ബൗൺസ് വരുമ്പോഴത്തേക്ക് ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. സോ നോക്കുകയാണെങ്കിൽ ABC ആയിട്ട് സ്ട്രക്ചർ ഫോളോ ചെയ്തിങ്ങനെ. സോ 5th മൂവ് കഴിഞ്ഞിട്ട് 5 മൂവ് കഴിഞ്ഞിട്ട് വരുന്ന ബൗൺസ് ആയിരിക്കും. ആ ബൗൺസ് ആയിട്ട് ചെറിയൊരു ബൗൺസ് ആണോ വരുന്നത്, അല്ലെങ്കിൽ റീട്രേസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. സോ മീൻസ് ഷാർപ്പിലി ഇമ്പൾസീവ് മൂവാണ് പോകുന്നത് മുകളിലേക്ക്. അതായിരിക്കും നമുക്ക് ഫർദർ അപ്കമിങ് മൂവ് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, കാണണം എന്താണ് എങ്ങനെയാണ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ലേണിംഗ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് ചാനൽ, അത് കണ്ടാലേ നിങ്ങൾക്ക് പറയാൻ പറ്റും, എക്സാക്ട്ലി ക്ലിയർ അറിയാൻ പറ്റും എന്താണ് നടക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ. സോ ഇനി വേഗം നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ റെസിസ്റ്റൻസ് സെൻസെക്സിൻ്റെ ഇതാണ്. റെസിസ്റ്റൻസ് സപ്പോർട്ട് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്, ഇതിനകത്തൊന്നും പറയാനില്ല. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്സിലോട്ട് പോകും. ഇത് നിഫ്റ്റി മിഡ് ക്യാപ്സിലോട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ചാനലിലാണ് ഓൾറെഡി മാർക്ക്ഡാണ് നമ്മുടെ ഇത്. എത്ര ദിവസമായി ഇത് മാർക്കഡാണ്, ഇത് ഒരു ചാനലാണ്. സോ സ്റ്റിൽ ആ ഒരു ചാനലിൻ്റെ ആ ഒരു ലെവൽ തന്നെയാണ് ഇത്. ഇതൊക്കെ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിളാണ്. ഓക്കെ. സോ ഇത് റെസിസ്റ്റൻസ് ആണ്. ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് നമുക്ക് ഇവിടുന്ന് ഫർദർ അപ്സൈഡ് മോഡിലേക്ക് കിട്ടാനുള്ള ചാൻസസ് ഇതിനകത്ത് ഉണ്ടാകും. ബ്രേക്ക് ചെയ്താൽ അപ്പോൾ പിന്നെ ദാറ്റ് മീൻസ് ഫ്രം ഹിയർ ടു ഹിയർ ഫുൾ ഫിബൊനാച്ചി വെച്ചിട്ട് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ നമുക്ക് നോക്കാം. എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണെങ്കിൽ മേക്കപ്പ് ഫോണാണ് 1 2 3 4 ഓൺ ഗോയിങ് ആണ്. നോക്കാം. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ മാത്രമേ വീക്ക്നെസ് സ്റ്റാർട്ട് ആവുള്ളൂ. ഓക്കെ. ഇതിൻ്റെ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ മാത്രമേ താഴേക്ക് ഫർദർ മൂവ് നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും സപ്പോർട്ട് ചെയ്ത് തിരിച്ച് തന്നെ മുകളിലേക്ക് കയറേണ്ടാവുന്ന ചാൻസസ് ഇതിനകത്തുണ്ടാവും. ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും വെക്കാം. ഒരു ലേണിംഗ് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നെക്സ്റ്റ് നാളത്തെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആയി, ബട്ട് എല്ലാവരും നാളത്തെ വീഡിയോ ഞാൻ എന്തായാലും ലേണിംഗ് ഷെയർ ചെയ്ത് തരാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്.